ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാട്ടിലെ സിം കാർഡ് യു എയിൽ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് നാട്ടിലെ സിം കാർഡ് നമുക്ക് യു എയിൽ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ ഏത് സിം കാർഡാണെങ്കിൽ പോലും, അതായത് നാട്ടിലെ ഏകദേശം എല്ലാ സിം കാർഡും തന്നെ യു എയിൽ സപ്പോർട്ട് ആവുമെന്ന് തോന്നുന്നു. BSNLിൻ്റെ കാര്യം അറിഞ്ഞുകൂടാ, ബാക്കി ഉള്ള സിം കാർഡുകളെല്ലാം യു എയിൽ സപ്പോർട്ടാവും. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് VAയുടെ സിം കാർഡാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെറ്റർ VAയുടെ സിം കാർഡായിരിക്കും. അപ്പം വേറെ ഏതെങ്കിലും സിം ആണെങ്കിൽ പോലും നാട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പോർട്ട് ചെയ്തിട്ട് VAയിലോട്ട് ആക്കുക, അതിനുശേഷം UAയിലോട്ട് വരിക. എൻ്റെ സിം എന്ന് പറയുന്നത് BSNL ആയിരുന്നു. ഞാൻ ജസ്റ്റ് BSNLിൽ നിന്ന് VAയിലോട്ട് ചേഞ്ച് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ സിം കാർഡിൽ നോർമലായിട്ട് നാട്ടിൽ എങ്ങനെയാണോ സിം കാർഡിൽ റേഞ്ച് കാണിക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് റേഞ്ച് കാണിക്കും. പക്ഷേ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഡേറ്റയോ അതിൻ്റെ അകത്തുള്ള അതായത് നാട്ടിൽ ചെയ്യുന്ന ഡേറ്റ നമുക്ക് UAയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ നാട്ടിൽ നമ്മൾ റീചാർജൊക്കെ ചെയ്ത് മറ്റേ 239 രൂപയുടെ റീചാർജൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ OTPയും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, 20 രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് സിം കാർഡ് ആക്ടിവേറ്റ് ആയിട്ടിരിക്കും എന്നുള്ളത്. അത് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയില്ല. അത് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ടോപ്പിക്കിലോട്ട് വീണ്ടും വരാം. അതായത് നാട്ടിലെ സിം കാർഡ് നമുക്കിവിടെ UAയിൽ ലോക്കലായിട്ട് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്കലായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് റേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മുടെ ലോക്കൽ യൂസിന് നമുക്ക് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള സിമ്മുകൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു 3 സിമ്മുകളാണ് മെയിനായിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ നമ്മൾ കുത്തിക്കയറ്റി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഓൺലൈൻ പർച്ചേസിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ സിം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം അവർക്ക് പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നാട്ടിലെ സിമ്മിൽ വേറൊരു വിഷയമുണ്ട്. നാട്ടിലെ സിമ്മിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റേഞ്ച് കട്ടായി പോകും. റേഞ്ച് കട്ടായിപ്പോയി കുറേ നേരത്തേക്ക് പിന്നെ റേഞ്ച് കാണത്തില്ല. അത് കഴിഞ്ഞ് വീണ്ടും റേഞ്ച് വരും. അങ്ങനെ ഒരു ഇഷ്യൂയും കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ആരെങ്കിലും എമർജൻസി ആയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സിം ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കണക്റ്റ് ആകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ ലോക്കൽ സിം യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം ലോക്കൽ സിം ആണെങ്കിൽ പോലും അത്യാവശ്യം റേറ്റ് ഉണ്ട്, നമ്മുടെ നാട്ടിലെ പോലെയല്ല. നാട്ടിലിപ്പം മിനിമം നമ്മൾ റീചാർജ് എമൗണ്ട് എനിക്ക് തോന്നുന്നു ടോപ്പപ്പ് ഒക്കെ ആണെങ്കിൽ പോലും 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ നമുക്ക് ടോപ്പപ്പ് ചെയ്യാനായിട്ട് വരും. ഇവിടെ 10 ദറംസാണ്, ഇവിടെ 5 ദറംസാണ് ഇവിടുത്തെ ആദ്യത്തെ ടോപ്പപ്പ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള റീചാർജ് എമൗണ്ട് എന്ന് പറയുന്നത് 5 ദറംസാണ്. 5 ദറംസ് എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം ഒരു 112 100 രൂപയുടെ മേളിൽ ഏതായാലും ആകും. അപ്പം അതാണ് ഇവിടുത്തെ എമൗണ്ട്. പിന്നെ നാട്ടിലെ സിമ്മിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ സിമ്മ് നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പം അതിന് ഇൻ്റർനാഷണൽ റോമിംഗ് ഉണ്ട്. അപ്പം ഇൻ്റർനാഷണൽ റോമിംഗ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് ആവുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 2000 രൂപയുടെ മേളിൽ വരും ഒരു മാസത്തേക്ക് നമ്മൾ ഇൻ്റർനാഷണൽ റോമിംഗ് ചെയ്യുമ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ അത് ചെയ്യാതിരിക്കുക, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം കുറേ പേരുടെ ഡൗട്ടാണ് നമുക്ക് ഈ OTP ഒക്കെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം OTP ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഓൾറെഡി ചെയ്തിരുന്നത് 239 രൂപയുടെ മറ്റേ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ 1 GB പാക്കാണ്. അങ്ങനെ ആ ഒരു പാക്ക് ചെയ്താലും മതി. നമുക്ക് എല്ലാ OTPയും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് തന്നെ നമ്മുടെ Google Pay യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക് യൂസ് എല്ലാം നമുക്ക് ഈ 239 രൂപയുടെ ചെയ്യാനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ചാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. അതായത് ഒരു 20 രൂപയുടെ റീചാർജ് ചെയ്യുകയാണെങ്കിൽ സിമ്മ് കട്ടാകാതെ നമുക്ക് 1 മന്ത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്കീം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് അടുത്ത വീഡിയോയിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനെ ചെയ്താലും മതി. ഏതായാലും നമ്മുടെ നാട്ടിലെ സിമ്മിന് ഇവിടെ ഇൻ്റർനാഷണൽ റോമിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് എമൗണ്ട് ആവും. അതുകൊണ്ട് തന്നെ നമ്മുടെ മാക്സിമം ഇവിടെ വന്നു കഴിയുമ്പം എല്ലാവരും തന്നെ ഇവിടുത്തെ ലോക്കൽ സിം എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോക്കൽ സിമ്മാണ് മാക്സിമം ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും ഡൗട്ടാണ്, അതായത് നമ്മുടെ ലോക്കൽ സിം ഇവിടെ റേഞ്ച് കാണിക്കുമോ, OTP വരുമോ, ഇതെല്ലാം എൻ്റെ ഡൗട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്തതൊന്ന് ക്ലിയർ ആക്കി. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് UAയിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ സിമ്മിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ ഇടയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ നോക്കിയിട്ട് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഗൈസ്. അപ്പോൾ ആരും തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് അങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.